ശുംഭനെന്നും നിശുംഭനെന്നും കേട്ടിട്ടുണ്ടോ? രണ്ട് അസുരന്മാരാണിവർ. ഇവരുടെ കുട്ടിക്കാലം മുതലേയുള്ള ശല്യം കാരണം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. ഇവർക്ക് രണ്ട് സഹായികളുമുണ്ട്, ശിഷ്യന്മാർ. അവരുടെ പേര് ചണ്ടനെന്നും മുണ്ടനെന്നുമാണ്. ഇവരും ഇതേപോലെ തന്നെ വികൃതികളാണ്. ഈ ശുംഭനും നിശുംഭനും കൂടി തപസ് ചെയ്ത് കുറേ വരങ്ങൾ നേടി. ബ്രഹ്മാവിനോടാണ് ഇവർ ഈ വരങ്ങൾ നേടിയത്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം ഇവർ ചോദിച്ചത് ഇവർക്ക് മരണം ഇല്ലാതാകണം എന്നാണ്. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു അത് പറ്റില്ല, മരണം ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ഇതിന് ബദലായിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അതായത് ഇവർ പ്രായമായി മരിക്കരുത്, ഇവരെ അസുരന്മാരോ ദേവന്മാരോ കൊല്ലരുത്, ഇവരെ മൃഗങ്ങൾ കൊല്ലാൻ പാടില്ല, അസുഖം വന്ന് മരിക്കാൻ പാടില്ല, പക്ഷികൾ മൂലമോ ഉരകങ്ങൾ മൂലമോ മരിക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ വരങ്ങൾ. ബ്രഹ്മാവ് ഇതെല്ലാം കൊടുത്തു. പക്ഷേ അപ്പോഴും ഒരു കാര്യം ബാക്കി നിന്നു, സ്ത്രീകൾ കൊല്ലാൻ പാടില്ല എന്നിവർ ചോദിച്ചില്ല. ചണ്ടൻ എന്ന സഹായി ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയല്ലോ എന്ന് ഈ ശുംഭ നിശുംഭന്മാരോട് പറഞ്ഞു. അപ്പോൾ അവരെ ഉറക്ക കളിയാക്കി ചിരിച്ചു. സ്ത്രീയോ? സ്ത്രീകളെ എന്തിനു കൊള്ളാം? ഞങ്ങൾ ശുംഭനും നിശുംഭനുമാണ്, ഞങ്ങളുടെ ബലം കണ്ടോ? ഞങ്ങളുടെ അടുത്ത് സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ശുംഭ നിശുംഭന്മാർ ലോകം മുഴുവൻ അടക്കി ഭരിച്ചു തുടങ്ങി. ദേവന്മാരെ അവർ ദേവലോകത്ത് നിന്ന് ഓടിച്ചു. ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ കയറി ഇരിപ്പായി. ഇന്ദ്രനെയും വായുദേവനെയും വരുണദേവനെയും അഗ്നിദേവനെയും ഒക്കെ അവരുടെ ജോലിക്കാരാക്കി മാറ്റി. അങ്ങനെ അഹങ്കാരം കൊണ്ട് ഇവർ ലോകമാസകലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് സഹായികളെ കൂടി കിട്ടി. അതിലൊന്ന് രക്തബീജാസുരനാണ്. ഈ രക്തബീജാസുരൻ്റെ ദേഹത്ത് നിന്ന് ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതുടനെ മറ്റൊരു രക്തബീജാസുരനാകും. അതാണ് രക്തബീജാസുരൻ്റെ പ്രത്യേകത. മറ്റൊന്ന് ധൂമ്രലോചനാണ്. അയാൾ നോക്കുന്നിടം ദഹിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അസംഖ്യം അസുരന്മാരുടെ സഹായത്താൽ ശുംഭനിശുംഭന്മാർ ലോകത്തെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അവർ കുറേ നരഭോജികളായ രാക്ഷസന്മാരെ വളർത്തുകയും അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് മനുഷ്യരെ പിടിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ നരഭോജികളായ രാക്ഷസന്മാർക്ക് മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചണ്ടമുണ്ടന്മാർ പോകുന്ന വഴിക്ക് ഇവർ പാർവതി ദേവിയെ കണ്ടു. പാർവതി ദേവിയാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അവർ പാർവതി ദേവിയോട് തങ്ങളുടെ യജമാനന്മാരായ ശുംഭനിശുംഭന്മാരുടെ ഭാര്യയാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പാർവതി ദേവി പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഞാൻ വിശ്വനാഥൻ്റെ ഭാര്യയാണ്. ആരാണ് ഈ വിശ്വനാഥൻ? ഇപ്പോൾ വിശ്വത്തിൻ്റെ നാഥൻ ഞങ്ങളുടെ യജമാനന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണമെന്നായി അവർ. ദേവി പറഞ്ഞു, നിങ്ങളുടെ യജമാനന്മാരോട് വന്ന് എന്നെ തോൽപ്പിക്കാൻ പറയൂ. അങ്ങനെ യജമാനന്മാർ ദേവിയെ തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അതോടെ അവരുടെ പതനവും തുടങ്ങി. അപ്പോൾ ആ കഥയാണ് ശുംഭനിശുംഭന്മാർ എന്നുള്ള പേരിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണം.